ശേഷം രണ്ടാമത്തെ ലെസൺ മധുകൃതു. മധുകൃതു എന്ന് പറയുന്നത് വസന്തകാലം എഴുതിയിരിക്കുന്നത് ജയശങ്കർ പ്രസാദാണ്. ജയശങ്കർ പ്രസാദിൻ്റെ ഈ മധുകൃതു എന്ന കവിത ഒരു ഛായാവാദി കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു കവിതയാണ്. അദ്ദേഹം വസന്തകാലത്തെ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്നൊരു പ്രേയസി, അതായത് സ്നേഹിക്കുന്ന ഒരു വ്യക്തിനെ പോലെയാണ് അദ്ദേഹം മധുകൃതുവിനെ ഈ കവിതയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശിശിരകാലത്തിലെ ശുഷ്കവും വിരസവുമായ അന്തരീക്ഷത്തിന് ശേഷം വൃക്ഷലതാദികളിൽ പുതിയ തളിരിലകളും മൊട്ടുകളൊക്കെ നിറച്ചിട്ട് വസന്തം വരികയാണ്. പിന്നെ അപ്പോൾ കവി എന്തൊക്കെയാണ് പ്രകൃതിയിലേക്ക് വരുന്ന വസന്തകാലത്തിനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അരെ ആകെ ഹേ ഭൂലി സി എഹ് മധുകൃതു ദോ ദിൻകോ ചോട്ടി സി കുടിയാമേ രജ്ദോം നൈ വ്യഥ സാത്തിൻകോ. ഇപ്പം എന്താണ് കവി പറയുന്നത്? വസന്തത്തിൻ്റെ ആഗമനത്തോടെയാണ് പ്രകൃതി വളരെ മനോഹരിയായിട്ട് തോന്നുക കവിക്ക്. അപ്പോൾ കവിയുടെ ജീവിതത്തിലെ സായാഹ്നത്തിൽ പ്രത്യാശയുടെയും പ്രതീക്ഷകളുടെയൊക്കെ കിരണങ്ങളുമായിട്ട് വരുന്ന വസന്തകാലത്തിലെ ഒരു പ്രേയസിയായിട്ടാണ് കവി കാണുന്നത്. അപ്പോൾ ഈ വസന്തകാലത്തിനുമായിട്ട് കവി തൻ്റെ മനസ്സിലൊരു സ്നേഹക്കൂട് പണിയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചെറിയൊരു കുടിൽ പണിത് കൊടുക്കാൻ കവി ആഗ്രഹിക്കുകയാണ്. വസുധ നീച്ചെ ഊപ്പർ നഭോ. വസുധ മീൻസ് താഴെ ഭൂമി, ഊപ്പർ നഭ് മേളിലെ ആകാശം. നിഡ് അലഗ് സബ്സേഹോ അതിനിടയിലായിട്ടൊരു മധ്യാഹ്നം, അത് നടുവിലായിട്ട്. ജാർഖണ്ഡ് കെ ചെറു പതച്ചട്ടുമേ ഭാഗ്യേ സൂക്കെ തിൻ. വസന്തത്തിൻ്റെ വരവിൽ ഇനി ഇണങ്ങിയ അതായത് ഉണങ്ങി പുൽനാമ്പുകൾക്കൊന്നും തന്നെ സ്ഥാനമില്ലെന്നും അവ ഇലപൊഴിയുന്ന കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്നുമാണ് കവി സങ്കല്പിക്കുന്നത്. മേരെ കിസ്ലേക്ക ലഘുഭവ് എ ആഗ് ഖലേക്ക കിൻകോ സിംഹർ വരി കംതി ആവേഗി മലയാളിൻ കി ലഹരെ. ഇലപൊഴിയുന്ന കാലത്തിലേക്ക് തിരിച്ചു പോകണം. ഈ ഡ്രൈ ആയ പുൽനാമ്പുകളൊക്കെ ഇനി പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. ഇപ്പോൾ വസന്തകാലം വന്നിരിക്കണമെന്നാണ് കവി പറയുന്നത്. അപ്പോൾ തളിരിലകളും മൊട്ടുകളും നിറഞ്ഞ വസന്തകാലം ആരെയാണ് ആകർഷിക്കാത്തത്? അപ്പോൾ മലയദേശത്തു നിന്നും വരുന്ന മന്ദമാരുതൻ തൻ്റെ തലോടുകളിലൂടെ പ്രകൃതിയെ രോമാഞ്ചപുളകിതയാക്കുകയാണ്. ആ വസന്തത്തിൻ്റെ കാറ്റുകൾ കൊണ്ട് ഭൂമിയെ ഒരു പ്രത്യേക ഒരു ലോകത്തിലേക്ക് വിടുകയാണ്. അതായത് ഒരു വസന്തകാലത്തിനെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ട് പ്രകൃതിക്കും കുറേ മാറ്റങ്ങൾ വന്നിരിക്കുക എന്നാണ് കവി പറയുന്നത്. ജവാ കുസും സി ഉഷാ ഖിലേഗി ലഘു പ്രാഞ്ചി മേ ഹസി ഭരെ ഉസ് അരുൺ ഉദർ കാ രാഗ് രംഗേഗ ദിൻ കോ അന്ധകാർ കാ ജലദി ലാംകർ ആവേഗി ശശി കിരണേ. അപ്പോൾ എന്താണ് തൻ്റെ പ്രേയസിക്ക് സ്നേഹചുംബനം നൽകിയിട്ട് കവി എന്താണ് ജീവിതത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് പ്രേയസി വന്നു. പ്രേയസി എന്ന് ഉദ്ദേശിക്കുന്നതാണ് വസന്തകാലത്തിനെ. അപ്പോൾ ഇരുട്ടിനെ മറികടന്നുകൊണ്ട് ചന്ദ്രകിരണങ്ങൾ നിലാവ് വരുത്തുകയും അന്തരീക്ഷത്തിൽ മഞ്ഞുതുള്ളികൾ പൊഴിക്കുകയും ചെയ്യുന്ന പോലെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വീശുന്ന പ്രേയസിയെ കവി സ്വാഗതം ചെയ്യുകയാണ്. अंतरिक्ष चिड़के हा कण कण निशी में मधुर त्रुहीन को इस एकांत सृजन में कोई कुछ बाधा मत डालो जो कुछ अपने सुंदर से है दे देने दो इनको. അപ്പോൾ പ്രേമയുഗ്മങ്ങളുടെ ഈ സംഗമത്തിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടാവരുതെന്ന് എല്ലാം അവർ ആസ്വദിക്കട്ടെ എന്നും കവി ഇതിലൂടെയാണ് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പോയത്തിൻ്റെ ഉള്ളടക്കം. അതായത് പ്രകൃതിയിലേക്ക് വരുന്ന വസന്തകാലത്തിനെ കവി പ്രേയസിയായിട്ട്, അതായത് കവി പ്രേമിക്കുന്ന ഒരു വ്യക്തി, ഒരു പ്രേയസിയായിട്ടാണ് കവി കാണുന്നത്. അപ്പോൾ അതിലൂടെ വരുന്ന ആ വസന്തകാലം ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തളിരിലകൾ മുട്ടിടുന്നു. പിന്നെന്താണ് വസന്തകാലത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കറിയാമല്ലോ. പൂക്കൾ പൂവിടുന്നു, കിളികളും പക്ഷികളൊക്കെ വരുന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ പ്രകൃതിയിൽ വരികയാണ്. അപ്പോൾ കവിക്ക് ആ പ്രകൃതിയോടൊരു, അതായത് വസന്തകാലത്തിൽ വരുന്ന അതിനോട് കവിക്കൊരു പ്രേമം തോന്നുകയാണ്. അപ്പോൾ അത് മനസ്സിൽ 2 ദിവസത്തേക്കെങ്കിലും ഇവിടെ നിൽക്കണം, പ്രേയസിനെ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് കവി ഈ മധുകൃതു പോയം രചിച്ചിരിക്കുന്നത്.